ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു മീനച്ചാർ വെച്ചാലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ മത്തിയാണ് എടുത്തേക്കുന്നത്. നമ്മൾ അഴീക്കൽ വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച മീനാണ്. അപ്പോൾ അവിടെ നിന്ന് ഒന്നിച്ച് നമ്മൾ തൂക്കി വാങ്ങിച്ചിട്ട് മത്തി വീട്ടിൽ കൊണ്ടുവന്ന് നന്നായിട്ട് വെട്ടി കഴുകി ആദ്യം അത് വറക്കാനായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് പുരട്ടി ഒരു ½ വെച്ചതിന് ശേഷം നമ്മൾ ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് അത് വറുത്തെടുക്കും. നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം അച്ചാറിടുമ്പോൾ ഇച്ചിരി മൂപ്പിച്ചെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, അച്ചാറിട്ട് കഴിയുമ്പോൾ കുഴഞ്ഞു പോകും. അപ്പം വറക്കുന്ന സമയത്ത് അത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ ചട്ടിയിൽ തന്നെ എണ്ണ ഒഴിച്ച് കടുക് വറുത്ത് ഇച്ചിരി കറിവേപ്പില വറക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കണം. അതുപോലെ അച്ചാറിടുന്ന സമയത്ത് കടുക് വറുത്ത് കഴിഞ്ഞ് ഒരു ശകലം ഉലുവാപ്പൊടിയും അതിന് ശേഷം കറിവേപ്പിലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അച്ചാർ പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇവിടെ എടുത്തേക്കുന്നത്. കടുക് വറുത്തതിന് ശേഷം ഉലുവയും കൂടി ഇട്ടതിന് ശേഷം അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കറിവേപ്പില ഇട്ട് ബാക്കി ഞാനിപ്പോൾ പറഞ്ഞ പൊടികൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അച്ചാറുപൊടി ഉണ്ടെങ്കിൽ അച്ചാറുപൊടി ഇടാം. ഞാൻ അച്ചാറുപൊടി ഇപ്പോൾ ഇട്ടിട്ടില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. ഇതെല്ലാം കൂടി ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി കായപ്പൊടി കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇത് നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം മൂപ്പിച്ചെടുക്കാനായിട്ട്. ചെറിയ തീയിൽ വെച്ച് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള എന്താ പറയുക, വിനാഗിരി, പുളിപ്പിന് വേണ്ടിയിട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഒരു 4 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് മീൻ അച്ചാർ ഇച്ചിരി ഏറെ ഉള്ളത് കൊണ്ടാണ്. കുറച്ചുണ്ടാക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള പൊടികളും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇച്ചിരി ഏറെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് വിനാഗിരി ഇത്തിരി ഏറെ ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ചിലരുടെ ഓരോരുത്തർക്ക് പുളി കുറച്ചും പുളി കൂടുതലായിട്ട് വേണമല്ലോ. അപ്പോൾ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. വിനാഗിരി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക. വെട്ടി തിളച്ചതിന് ശേഷം ഒരു ചെറുതായിട്ടൊന്ന് കുറുകി വരും. ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന മീനെല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് ഒരുപാട് ചാറാക്കാതെ തന്നെ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത്. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കത്തില്ല. പുരട്ടി തന്നെയാണ് എടുക്കുന്നത്. മീനെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി 2 മിനിറ്റ് അത് ചെറുതീയിൽ തന്നെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മളത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കുക. ആ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അത് ചൂടാറായതിന് ശേഷം നമുക്ക് ബോട്ടിലിട്ട് സൂക്ഷിച്ച് എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് കഴിയും. മീനിനൊക്കെ നല്ല റേറ്റ് വരുന്ന സമയത്തൊക്കെ ഇതുപോലെ അച്ചാറിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നല്ലതായിരിക്കും. മത്തിയും നമ്മുടെ ചൂടമീനും ഒക്കെ അച്ചാറിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. വലിയ മീനിനെക്കാട്ടിലും ടേസ്റ്റ് ഇങ്ങനെയുള്ള മീനുകൾ അച്ചാറിടുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ആരെങ്കിലും അച്ചാറിട്ട് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യുക. സൂപ്പർ ടേസ്റ്റാണ്. നമ്മളിപ്പം അച്ചാറിട്ട് ഉടനെ കൂട്ടാനും നല്ല ടേസ്റ്റാണ്. അല്ലാതെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. മത്തിക്ക് പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ. മത്തി നല്ല ടേസ്റ്റുള്ള സാധനമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഈ രീതിയിൽ എല്ലാവരും ഒന്ന് അച്ചാറിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എന്താ പറയുക, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നമുക്ക് 2 ചാനലുണ്ട്, വിദ്യാസ് വ്ലോഗും പൊന്നൂസ് വ്ലോഗും. അപ്പോൾ ഈ 2 ചാനലും നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ
ഈ രീതിയിൽ അച്ചാറിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.